(2023) ജൂലൈയിലാണ് എൻ്റെ അമ്മയ്ക്ക് തിമിരത്തിനുള്ള ഓപ്പറേഷൻ ചെയ്യണത്. ഓപ്പറേഷൻ തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലുള്ള ഐ വിഷനിലായിരുന്നു. കഴിഞ്ഞൊരു 6 മാസമായിട്ട് എന്താണെന്നറിയില്ല, അമ്മയുടെ കണ്ണിന് മൊത്തത്തിലൊരു മൂടൽ പോലെ. വീടിൻ്റെ അടുത്ത് സ്ഥിരം കാണിക്കുന്ന ഒരു കണ്ണ് ഡോക്ടറുണ്ട്. അവരെ കാണിച്ചെങ്കിലും കാര്യമായിട്ട് മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ അമ്മേനെ കാണിക്കാനായിട്ട് ഇന്ന് ഐ വിഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ വന്ന് പേര് വിളിച്ചിട്ട് ടെസ്റ്റും ഡോക്ടറെ കാണിക്കലും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും. നമുക്ക് യാതൊരു പണിയില്ല. അങ്ങനെ അമ്മയുടെ കണ്ണിലെ മൂടൽ ചെറിയൊരു ലേസർ പ്രൊസീജിയറിലൂടെ അങ്ങോട്ട് മാറ്റി. വലിയ ചിലവൊന്നും ആയില്ലെന്ന് മാത്രമല്ല, 10 മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എങ്ങനെയുണ്ട് ഇപ്പം കണ്ണൊക്കെ? കണ്ണുള്ള തെളിച്ചം നല്ല ക്ലിയറായി. കണ്ണട വേണ്ടല്ലേ? ഇനി വേണ്ടല്ലേ? രക്ഷപ്പെട്ടു. ദീപോ വിശക്കണ്ട? ചെറിയ വിശപ്പാണോ നല്ല വിശപ്പാണോ? അമ്മയ്ക്കോ? അങ്ങനെ അമ്മയുടെ കണ്ണ് റെഡിയായ സന്തോഷത്തിൽ നല്ലൊരു ലഞ്ച് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. പണ്ട് കൊറോണ ടൈമിൽ നമ്മുടെ ഭാരതിൻ്റെ അടുത്തുള്ള ആലിബാബ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാനൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ ദീപു ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ എപ്പോൾ തൃശ്ശൂർ വന്നാലും ദീപു പരാതിയോട് പരാതിയാണ്. എന്നാലും എന്നെ കൂട്ടാണ്ട് ആലിബാബയിൽ നിന്ന് ബിരിയാണി കഴിച്ചില്ലേ? ഇന്ന് എന്തായാലും ആ പരാതിക്ക് ഒരു അറുതി വരുത്തിയിട്ടുള്ള കാര്യമുള്ളൂ. അതിനായിട്ട് ഞങ്ങൾ ആലിബാബയിൽ വന്നിരിക്കുകയാണ്. ആലിബാബ ആൻഡ് 41 ഡിഷസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള പേര്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള AC റെസ്റ്റോറൻ്റാണ് ആലിബാബ. ഞാനിവിടെ 3-4 തവണ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫാമിലി ആയിട്ട് വരുന്നത്. ആസ് യൂഷ്വൽ നല്ലൊരു സീറ്റ് നോക്കി ഇരുന്നു. ദീപുവിന് ബിരിയാണി ആണെങ്കിൽ എനിക്കും അമ്മയ്ക്കും മീൽസ് മതിയെന്നായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി കൊടുത്തു. വെച്ചിട്ട് പോയല്ലേ? നല്ല പ്ലേറ്റിലെ ആലിബാബ. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ചട്ടിച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീൽസ് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു നോൺ വെജ് ചട്ടിച്ചോറും അമ്മയ്ക്ക് ഒരു വെജ് ചട്ടിച്ചോറാണ് പറഞ്ഞത്. നോൺ വെജ് ചട്ടിച്ചോറ് റിച്ച് ആയിരുന്നു കേട്ടോ. ചട്ടിയിലുള്ള ഐറ്റംസ് കൂടാണ്ട് പായസവും മോരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ ദീപുവിൻ്റെ മുഖം അങ്ങോട്ട് പോയി. ബിരിയാണി മതി എന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ദീപു. എല്ലാം ഉള്ളിലൊതുക്കി പാവം ദീപു ബിരിയാണി അങ്ങോട്ട് ഏറ്റുവാങ്ങി. അവസാനം ബിരിയാണി ചട്ടിച്ചോറും രണ്ടും ഷെയർ ചെയ്യാന്നുള്ള ഒരു ഉടമ്പടിയിൽ ഞാനും ദീപും എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയിലേക്ക് കടന്നു. ദീപു ബിരിയാണിയും അമ്മ ചട്ടിച്ചോറ് സ്റ്റാർട്ട് ചെയ്തു. വെജ് ചട്ടിച്ചോറ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ബിരിയാണി കഴിക്കാൻ വലിയ മൂടില്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി മൊത്തം ദീപു തന്നെ കാലിയാക്കി. ഒരു പിടി ബിരിയാണി കഴിച്ചതും ദീപു ഹാപ്പിയായി. ഊരിപ്പോയി. നല്ല കലക്കിണ്ടല്ലേ ബിരിയാണി. ചിക്കനൊക്കെ നല്ല പോലെ ദമ്മിൽ കിടന്ന് കുക്കായിട്ടുണ്ട്. കിട്ടില്ല മസാല. ബിരിയാണി ഇതിൻ്റെ കൂടെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ പാത്രത്തിലെ ബിരിയാണി കാലിയായി. അച്ചാറോ കച്ചമ്പറോ ഒന്നും തന്നെ കൂട്ടേണ്ടി വന്നേയില്ല. ഇനി ഞാൻ മെല്ലെ ചട്ടിച്ചോറിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ പപ്പടം, ഓംലെറ്റ്, ചിക്കൻ പീസ്, ഫിഷ് ഫ്രൈ, പിക്കിള്, ബീഫ്, പിന്നെ മുട്ട കൊണ്ടുള്ള ഒരു തോരൻ പോലത്തെ ഒരു ഐറ്റവും കൂന്തളും കാബേജ് തോരനും പുളിയുള്ള ഒരു ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നുള്ളതാണ് കൺഫ്യൂഷൻ. എന്തായാലും
ഓംലേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ചമ്മന്തി പോലുള്ള മുട്ടത്തോരനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതും ചേർത്ത് കുഴച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. സംഗതി കൊള്ളായിരുന്നു കേട്ടാ. അത് മാത്രമായിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് കാബേജ് തോരനായിരുന്നു. അതും നല്ല അടിപൊളി തോരനായിരുന്നു. ഇത്രയും നല്ല ഫിഷ് ഫ്രൈകളപ്പോൾ എന്തിനാ പപ്പടം? കുറച്ച് മീറ്റ് അതിൽ നിന്ന് അങ്ങോട്ട് കിള്ളിയെടുത്തു. എന്നിട്ട് ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പടച്ചു. അടിപൊളി ഫിഷ് ഫ്രൈ. കിട്ടിയത് വാൽക്കഷ്ണാണെങ്കിലും ഒരു തരി പോലും ഞാൻ ബാക്കി വെച്ചില്ല. ഇതോടുകൂടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഈ ചട്ടിച്ചോറിൽ നിന്ന് ദീപുവിന് എന്തായാലും ഷെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫ്രഷായിട്ട് പുതിയൊരു ചട്ടിച്ചോറ് പറയാം. വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ അരക്കില്ലേ, അതുപോലത്തെ നല്ലൊരു ചമ്മന്തി. അങ്ങനെ ദീപുവിനായിട്ട് ഓർഡർ ചെയ്ത ചട്ടിച്ചോറും എത്തിയിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ വേറെ ലെവലാണോ? അങ്ങനെ ചട്ടിച്ചോറ് കിട്ടിയ ദീപു എന്നെ പോലെ വളരെ വളരെ ഹാപ്പിയായി. പപ്പടം എനിക്ക് പകുതി എടുക്കാം. മീൻ ചാറാ? മീൻചാറും കൂട്ടി ദീപു കഴിക്കണം കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനിതുവരെ ആ ഫിഷ് കറി തൊട്ടുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ബിരിയാണി കഴിച്ചെങ്കിലും ചട്ടിച്ചോറും കൂടി വന്നപ്പോഴാണ് ദീപുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. എന്തായാലും ഞാനും ഒരു പീസ് ഫിഷും കുറച്ച് ഗ്രേവിയും കൂടി എടുത്തു. ഗ്രേവിയുടെ കൂടെ കുറച്ച് പപ്പടവും ഒരു പീസ് ഫിഷ് കൂടി വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. മീനൊരു കുറവുണ്ടല്ലേ? ഈ ചമ്മന്തിപ്പൊടി, പപ്പടം, ഓംലേറ്റ്. നിൽക്കട്ടെ ദീപ, നിൽക്കട്ടെ ഒരു മിനിറ്റ്. അടുത്തതായിട്ട് കൂന്തൽ റോസ്റ്റാണ് ട്രൈ ചെയ്തത്. സംഗതി ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, കിടിലനായുണ്ട്. കൂന്തളല്ലേ ഇവിടെ ഉണ്ട്? കൂന്തൾ, ബീഫ്. ഓ സൂപ്പറായിട്ട്. ചിക്കൻ, നോൺ വെജ് ഐറ്റംസൊക്കെ അടിപൊളിയുണ്ട്. നല്ല നല്ലതാ, പക്ഷേ നോൺ വെജ് കുറച്ചുകൂടി സൂപ്പറായിട്ട്. ചിക്കൻ കഴിച്ചാ? ബീഫ്, കൂന്തൽ കഴിച്ചു നോക്ക്. അത് കഴിക്കണം. കളിക്കണ്ടല്ലേ? എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കാം. കഷ്ണം കഴിച്ച് എല്ലാം കൂടി മിക്സ് ആക്കാം. കഷ്ടം ഓംലെറ്റ് കേട്ടോ, തരുമോ? എല്ലാം കൂടി ആയപ്പോഴേ സാമ്പാർ കൂട്ടാൻ മറന്നുപോയി. സാമ്പാറൊക്കെ എൻ്റെ അമ്മ അമറുള്ള പായസം കുടിച്ചാ? സേമിയായ ഉണ്ടല്ലേ? ദീപയുടെ കലാശക്കൊട്ടാണ്. ഇനി രാത്രി എന്തെങ്കിലും? രാത്രി ഒന്നും വേണ്ട, ഇപ്പോൾ പറയുമൊന്നും വേണ്ട, നേരത്ത് മാറ്റി പറയില്ലേ. ഇനി ബാക്കിയുള്ളത് പായസവും മോരുമാണ്. അടിപൊളി പായസം.
പായസമായിട്ട് മോര് അല്ലെങ്കിൽ എനിക്ക് മട്ടും കുറച്ച് മോര് കുടിക്കാം. സൂപ്പർ മോര്. അമ്മയുടെ പായസം അമ്മ വീണ്ടും ദീപം നടത്തും. അങ്ങനെ ദീപു പറഞ്ഞ പോലെ ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയായി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. 350 ആണ് ഇവർ ചട്ടിച്ചോറിന് ചാർജ് ചെയ്യണത്. ചട്ടിച്ചോറിലെ നമ്പർ ഓഫ് ഐറ്റംസും പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം കൂടി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നല്ല ഹെവി ആയിട്ട് ആലിബാബയിൽ നിന്ന് ഒരു ചട്ടിച്ചോറും കുറച്ച് ബിരിയാണി ഒക്കെ കഴിച്ച് ഞാനും ദീപു അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരയ്ക്കും